ടു ഓൾ എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന തിങ്കളാഴ്ച നടന്ന എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ കീ ആണ്ടോ. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. തിങ്കളാഴ്ചയായിരുന്നു ആ ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരുന്ന പരീക്ഷകളിലൊക്കെ പ്രതീക്ഷിക്കാണ്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന് പറയുന്ന പുസ്തകം രചിച്ചത്? സർദാർ കെ എം പണിക്കർ അല്ലേ. സർദാർ കെ എം പണിക്കറുടെ ബുക്കാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന് പറയുന്ന ബുക്ക്. ആരുടെയാണ്? സർദാർ കെ എം പണിക്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ ആരുടേതാണ്? EMSന്റെ ബുക്കാണ് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, ചൈന അല്ലെ. ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ഒരു ഉടമ്പടിയായിരുന്നു ഈ പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ചോദിക്കുകയാണെങ്കിൽ കാൺപൂർ ആണല്ലേ. നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തപ്പോൾ കണ്ടതാണ് ഈ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1875 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? 1875 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? ഫിലാഡൽഫിയയിലാണ് 1875 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ആന്റോണിയോ ഗുട്ടറസ്. ആന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? പ്രാദേശികവാദങ്ങൾ ഏതൊക്കെയാണ് പ്രാദേശികവാദങ്ങൾ ഏതൊക്കെയാണ്? ചിനൂക്ക്, ലൂ, അതുപോലെ ഹെർമാറ്റ് എന്നിവയ്ക്കെന്താണ്? പ്രാദേശികവാദങ്ങൾ അല്ലെ. ഈ ചക്രവാദം എന്ന് പറയുന്നതിൽ വരുന്നില്ല അല്ലെ. അപ്പൊ പ്രാദേശികവാദങ്ങൾ ഏതൊക്കെയാണ്? ചിനൂക്ക്, ലൂ, ഹെർമാറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ആഗ്നേയശിലയുമായിട്ട് ബന്ധമുള്ളത് നമുക്ക് പഠിച്ചു നോക്കാം അല്ലെ. ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നതിൽ ഏതാണ്? നമുക്ക് വായിച്ചു നോക്കാം. ഈ ശിലയെ പ്രാഥമിക ശില എന്ന് വിളിക്കുന്നത് ശരിയാണ്. ആഗ്നേയശില എന്ന് വിളിക്കുന്നത് പ്രാഥമിക ശില എന്ന് വിളിക്കുന്നുണ്ട്. ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബസാൾട്ട് എന്ന് പറയുന്നത്. ശരിയാണ്. ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ് ബസാൾട്ട്. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണെന്ന് പറയുന്നുണ്ട്. നമുക്ക് ആഗ്നേയശില കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നില്ല. അപ്പൊ അതാണ് സവിശേഷതയല്ലാതെ വരുന്നത്. ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നുണ്ട്. അപ്പൊ ആഗ്നേയശിലയുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? ഈ ശിലയെ പ്രാഥമിക ശില എന്ന് വിളിക്കുന്നു. ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബസാൾട്ട്. ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് ക്ലിഫ് എന്ന് പറയുന്നത്? എന്താണ് ക്ലിഫ് എന്ന് വെച്ചാൽ എന്താണ് ക്ലിഫ്? ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഒരു ഭൂരൂപമാണ്. ക്ലിഫ് എന്ന് വെച്ചാൽ എന്താണ്? തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപത്തെയാണെന്ന് പറയുന്നത് ക്ലിഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക. നോക്കി നോക്കി, ഏതാണ് ആൻസർ വരുന്നത്? ടെറായി ആണ്ടോ. അപവഹന ഗർത്തം, കൂൺശിലകൾ, മണൽമേടുകളൊക്കെ എന്താണ്? ഒരു ഇതിൽ വരുന്നതാണ്. ടെറായി എന്ന് പറയുന്നതാണ് ഇതിൽ കൂട്ടത്തിൽ ചേരാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് കണ്ടെത്തുക. പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? കുറ്റ്യാടി കോഴിക്കോടാണ്. ശബരിഗിരി പത്തനംതിട്ട എന്ന് പറയുന്നുണ്ട്. പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ്. ശബരിഗിരി എവിടെയാണ്? ശബരിഗിരി പത്തനംതിട്ടയിൽ തന്നെയാണ് അല്ലെ. പക്ഷെ നമുക്ക് ഓപ്ഷനില്ല തന്നിട്ടുള്ളതിൽ നോക്കി നോക്കി, ഷോളയാർ തൃശ്ശൂരാണ്. അതുപോലെ തന്നെ കല്ലട കൊല്ലം ജില്ലയിലാണ് അല്ലെ. പക്ഷെ നമുക്ക് PSC പ്രൊവിഷണൽ ആൻസർ കീഴിൽ തെറ്റായിട്ട് നൽകിയിട്ടുള്ളത് ശബരിഗിരി പത്തനംതിട്ട ജില്ല എന്നാണ്. പക്ഷെ നമുക്ക് ശരിയായിട്ടുള്ള ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? ശബരിഗിരി അല്ലെ. ശബരിഗിരി എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. കുറ്റ്യാടി കോഴിക്കോടാണ്. ഷോളയാർ തൃശ്ശൂരാണ്. കല്ലട കൊല്ലത്താണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്തയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ്? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്ലാസ്സുകൾ കാണാതിരുന്നെങ്കിൽ പോയി കാണാം. അതിൽ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്.
അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഏതാണ് നോക്കി നോക്കിയേ. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതില് നമുക്ക് ശരിയായിട്ടുള്ള ഏതാക്കിയാണ് നോക്കി. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് തെറ്റാണ് വരുന്നത്. ഇനി എന്താണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന് പറയുന്നുണ്ട്. ശരിയാണല്ലോ. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ വരുന്നവയാണ് അല്ലെ. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക എന്ന് പറയുന്നത് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളാണ്. അവ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? രണ്ടും മൂന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ്? സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, അതുപോലെ സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഏതൊക്കെയാണ്? സി ആണ് കേട്ടോ ആൻസർ വരുന്നത്. സി ആണ്. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. 1, 3 ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏതാണ്? തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കി നോക്കിയേ. ചാണക്യൻ അർത്ഥശാസ്ത്രം എന്ന് പറയുന്നുണ്ട്. അമർത്യാസൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രമാണ്. മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പാണ്. ദാദാഭായ് നെഹ്റുജി മിച്ചമൂല്യ സിദ്ധാന്തം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ചോർച്ചാ സിദ്ധാന്തമാണ് ദാദാഭായ് നെഹ്റുജിയുടേത്. അപ്പൊ ഇതാണ് ഡി ആണ് തെറ്റ് വരുന്നത്. ചാണക്യൻ അർത്ഥശാസ്ത്രം, അമർത്യാസൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം, മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ്. നെക്സ്റ്റ് താഴെ തന്നിട്ടുള്ളതിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ്? 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ്? പത്മ സുബ്രഹ്മണ്യനാണ് 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഉൽപാദന ഘടകമായ മൂലധനത്തിന്റെ സവിശേഷതകളാണ് ചോദിച്ചിരിക്കുന്നത്. മൂലധനത്തിന്റെ സവിശേഷതകൾ ഏതൊക്കെയാണ്? മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നുണ്ട്. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. 1ഉം 2ഉം ശരി വരുന്നത് കേട്ടോ. മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാമാണ്? നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ് എന്നിവരെല്ലാം ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുണ്ട്. അപ്പൊ 1, 2, 3 ആൻസർ വരുന്നത്. ബി ആണ് വരുന്നത്. നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ്. നെക്സ്റ്റ് ചുവടെ തന്നിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം ബോംബെയാണ് അല്ലെ. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം ഏതാണ്? ബോംബെയാണ്. അതുപോലെ ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട്. അതും ശരിയാണ്. ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്നാണ് അറിയപ്പെടുന്നതെന്ന് പറയുന്നുണ്ട്. ഏതാണ്? ഗോൾഡൻ ഫൈബർ എന്ന് അറിയപ്പെടുന്നതാണ് ഈ ചണനാർ എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നതാണ് പരുത്തിയാണ്. അപ്പൊ നമുക്ക് അതാണ് തെറ്റി വരുന്നത്. 1ഉം 2ഉം ശരി വരുന്നത് അല്ലെ. നമുക്ക് ചോദിച്ചിരിക്കുന്ന ശരിയായ പ്രസ്താവനയാണ് 1ഉം 2ഉം. എ ആണ് ആൻസർ വരുന്നത്. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെയാണ്. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് രജിസ്റ്റർ ചെയ്ത ഭരണഘടനാ ഭേദഗതി. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും 2025 മാത്രം ചോദ്യങ്ങളൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 91ാം ഭേദഗതി. 91ാം ഭേദഗതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു എന്ന് പറയുന്നുണ്ട്. ശരിയാണോ? 2 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു എന്നാണ് പറയുന്നത്. തെറ്റാണ് വരുന്നത്. രാജ്യസഭ എന്ന് പറയുന്ന ഒരു സ്ഥിരം സഭയാണ്. ശരിയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. അതും ശരിയാണ്. ധനബിൽ ആരംഭിക്കുവാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല അല്ലെ. മണി ബിൽ എന്ന് പറയുന്നത് ലോകസഭയ്ക്കാണ് അത് ആരംഭിക്കുവാനുള്ള അധികാരമാണത്. അപ്പൊ രാജ്യസഭയ്ക്കില്ല. അതും ശരിയാണ്. 2, 3, 4 എന്നിവയാണ് ശരി വരുന്നത്. സി ആണ് ആൻസർ വരുന്നത്. 2, 3, 4 ആണ് ശരി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ
അംഗീകാരം ചെയ്ത ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? PK തുങ്കൻ കമ്മിറ്റി. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തതേത്? 4-ാം അധ്യായത്തിൽ പെടാത്തതേത്? 4-ാം അധ്യായത്തിൽ ഏതാണ് വരുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങളാണ് അല്ലേ വരുന്നത്. അപ്പൊ 4-ാം അധ്യായത്തിൽ പെടാത്തത് ഏതൊക്കെയാണ് നോക്കി നോക്കിയേ. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏകീകൃത സിവിൽ നിയമം, അതൊക്കെ എന്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങളിൽ വരുന്നവയാണ് അല്ലെ, 4-ാം അധ്യായത്തിൽ വരുന്നവയാണ്. സംഘടനാ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ്? മൗലിക അവകാശങ്ങളിൽ, മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ വരുന്നതാണ്. പൊതു തൊഴിൽ തുല്യ അവസരം എന്ന് പറയുന്നുണ്ട്. തുല്യ അവസരം എന്ന് പറയുന്നത് അങ്ങനെ വരുന്നതാണ്. അപ്പൊ നമുക്ക് തുല്യ ജോലിക്ക് തുല്യ വേതനം, ഏകീകൃത സിവിൽ നിയമം എന്ന് പറയുന്നത് എന്താണ്? 4-ാം അധ്യായത്തിൽ പെടുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് 4-ാം അധ്യായത്തിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 3ഉം 4ആണ് പെടാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഏതാണ് മൊബൈൽ ആപ്ലിക്കേഷൻ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകൾ പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഏതാണ്? സി വിജിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുപടി ചേരാത്തോ പരിശോധിക്കുക. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ആണവോർജം എന്ന് പറയുന്നുണ്ട്. യൂണിയൻ ലിസ്റ്റിലാണ് പ്രതിരോധം ആണവോർജം വരുന്നത്, ശരിയാണ്. സംസ്ഥാന ലിസ്റ്റിൽ കൃഷി മത്സ്യബന്ധനം വരുന്നുണ്ട്. സംസ്ഥാന ലിസ്റ്റിൽ കൃഷി മത്സ്യബന്ധനം വരുന്നുണ്ട്, ശരിയാണ്. കൺകറന്റ് ലിസ്റ്റിൽ മദ്യനിയന്ത്രണം ബാങ്കിങ് ആണ് പറഞ്ഞിരിക്കുന്നത്, അതാണ് തെറ്റ് വരുന്നത് അല്ലെ. നമുക്ക് ശരിയായിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ശരി വരുന്നത്? 1ഉം 2ഉം മാത്രമാണ് ശരി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ്? ആരാണ്? കിരൺ റിജിജു. നെക്സ്റ്റ്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്, നോക്കി നോക്കിയാൽ. 1993 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് പറയുന്നുണ്ട്, അത് തെറ്റാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്, ശരിയാണ്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്, അതും ശരിയാണ്. 2, 3ആണ് ശരി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കി, അഴിമതി നിയന്ത്രിക്കുന്നതിന്, അതുപോലെ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിന്, ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനൊക്കെ എന്താണ്? വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ വരുന്നതാണ് അല്ലെ. അതായത് എല്ലാം ശരിയാണ് ആൻസർ വരുന്നത് കേട്ടോ, എല്ലാം ശരിയാണ്. അഴിമതി നിയന്ത്രിക്കുന്നതിന്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിന്, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി 2-നാണ്. നെക്സ്റ്റ്, കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? വി ശിവൻകുട്ടിയാണ് കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി. നെക്സ്റ്റ്, കേരളത്തിലാകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? കേരളത്തിലാകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? 9 എണ്ണാണ്. കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആരാണ്? കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആരാണ്? ഇപ്പോ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? NS മാധവൻ. നെക്സ്റ്റ്, പല്ലിന്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു, ഇതിൽ ശരിയായ ജോഡികൾ ഏവയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഇനാമൽ, പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല എന്ന് പറയുന്നുണ്ട്. നമുക്ക് ശരിയായ ജോഡികളാണ് കണ്ടുപിടിക്കേണ്ടത്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല എന്ന് പറയുന്നത് തെറ്റാണ്. ഡെന്റേ എന്ന് പറയുന്ന മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണെന്ന് പറയുന്നുണ്ട്. ഇനാമലാണല്ലേ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം എന്ന് പറയുന്നത്, അപ്പൊ അതും തെറ്റാണ് തന്നിരിക്കുന്നത്. പൾപ്പ് കേവിറ്റി എന്ന് പറയുന്നത് പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗമാണ്, ശരിയാണ്. സിമന്റം എന്ന് പറയുന്നത് പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജകലയാണ്. അപ്പൊ 3, 4ആണ് ഇവിടെ ശരി വരുന്നത്. ഏതൊക്കെയാണ് വരുന്നത് ശരി? ഓക്കെ, പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത് പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗമാണ്. സിമന്റം പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കലയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്ന ഏതാണ്? ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്ന ഏതാണ്? വൈറ്റമിൻ ഇ ആണ് അല്ലെ, ജീവകം ഇ ആണ് ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കോളറ വൈറസ് ആണെന്ന് പറയുന്നുണ്ട്. കോളറ വൈറസ് ആണോ രോഗകാരി? കോളറ വൈറസ് ആണോ? അല്ല അല്ലെ. ഇനി എലിപ്പനി ലെപ്റ്റോസ്പൈറ, എലിപ്പനി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറയാണ്, ശരിയാണ്. സ്ക്രബ് ടൈഫസ് എന്ന് പറയുന്നത് വിബ്രിയോ കോളറ എന്ന് പറയുന്നത് തെറ്റാണ്. കുരങ്ങുപനി ബാക്ടീരിയ എന്ന് പറയുന്നത് ശരി വരുന്നതാണ്. എലിപ്പനി ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്നതാണ് ശരി വരുന്നത്. സി ആണ്ടോ, 2 മാത്രമാണ് ശരി വരുന്നത്. നെക്സ്റ്റ്,
ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ് അമൃതം ആരോഗ്യമാണ് അല്ലെ. അമൃതം ആരോഗ്യമല്ലേ വരുന്നത്, അമൃതം ആരോഗ്യമാണ്. നെക്സ്റ്റ് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ് ഹീമോഫീലിയ സിക്കിൾസ് അനീമിയ എന്നാണ് ജനിതക രോഗങ്ങളാണ്. ഹീമോഫീലിയ സിക്കിൾസൽ അനീമിയ. ആൻസർ വരുന്നത് 2 മാത്രമാണ്. നെക്സ്റ്റ് സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല എന്ന് പറയുന്നത്. ഇതിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല എന്ന് പറയുന്നതാണ് ശരി കേട്ടോ. ഒന്ന് മാത്രമാണ് ശരി വരുന്നത്, ഒന്ന് മാത്രമാണ് ശരി. നെക്സ്റ്റ് ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2024 കെനിയായിരുന്നു. 2024 ആയതായിരുന്നു കെനിയായിരുന്നു കേട്ടോ. നെക്സ്റ്റ് മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? കാനഡയാണ്. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV എന്ന് പറയുന്ന വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? കാനഡയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചിട്ടാണ്? പൂർണ്ണാന്തരിക പ്രതിഫലനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൂടുതൽ പെടാത്തത് ഏതാണ്? മീറ്റർ ഉണ്ട്, പ്രകാശവർഷം, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. സെക്കൻഡ് ആണ് കൂടുതൽ പെടാത്തത്. മീറ്റർ, പ്രകാശവർഷം, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഒക്കെ എന്താണ്? ദൂരം അളക്കുന്നതാണ് അല്ലെ. അപ്പൊ അതാണ് വരുന്നത്. നെക്സ്റ്റ്, ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ 10 സെന്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിന് യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെന്റിമീറ്റർ അകലെയാണ് രൂപപ്പെട്ടത്. ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ വരുന്നത് -8 സെന്റിമീറ്റർ എന്നാണ്. ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? മുംബൈയാണ്. നെക്സ്റ്റ്, ചാറ്റ് ജിപിടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതാണ്? ചാറ്റ് ജിപിടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതാണ്? ഇറ്റലിയാണ്. കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നുണ്ട്, അതെന്ത് രൂപപ്പെടുന്നത് കൊണ്ടായിരിക്കും? കാൽസ്യം കാർബണേറ്റ്. നെക്സ്റ്റ്, ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? FeCl3H2 ഉണ്ടാകുന്നു. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്രയാണ്? ഡി സബ്ഷെല്ലിൽ എത്രയാണ് പരമാവധി കൊള്ളുന്നത്? 10 ഇലക്ട്രോൺസ് ആണ്. നെക്സ്റ്റ്, ഡാഷ് ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനേറ്റ്. ഇൽമനേറ്റ് എന്ന് പറയുന്നത് എന്തിനുള്ള അസംസ്കൃത വസ്തുവാണ്? ഇൽമനേറ്റ് എന്ന് പറയുന്നത് ഏതിനാണ്? TiO2 അല്ലെ. TiO2 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്വേറിയത്തിന്റെ അടിയിൽ നിന്നും ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? അക്വേറിയത്തിന്റെ അടിയിൽ നിന്നും ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? ഏത് വാതക നിയമമാണ്? ബോയിൽ നിയമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം, പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കാക്കനാടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ ആരാ? മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ ആരാണ്? PJ ആന്റണി. നെക്സ്റ്റ്, താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയാണ്? മൈമൂന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് OV വിജയനാണ്. മൈമൂന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത്. അതാണ് ശരി വരുന്നത്. ഒന്ന് മാത്രമാണ് ശരി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആരാണ്? EV രാമകൃഷ്ണന്റെയാണ് മലയാളത്തിന്റെ ദേശകാലങ്ങൾ. നെക്സ്റ്റ്, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഷാജി N കരൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി എന്ന് പറയുന്നത്. ശരിയാണ്. 1989 മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി എന്ന് പറയുന്നത്. അതും ശരിയാണ്. 1ഉം 2ഉം ആണ് ശരി വരുന്നത്. ഷാജി N കരൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. 1989 മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ ആരാണ്?
ജയ്പാൽ സിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ബ്രൗസിംഗ് ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാനാണ് പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത്. HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ്? ചിത്രത്തെ പ്രദർശിപ്പിക്കുവാനായിട്ട് HTML ഉപയോഗിക്കുന്ന ഏതായിരിക്കും? ING ആണ്. ING ആണ്. ഒരു ലാൻ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഏതാണ്? റൗട്ടർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി എന്നാണ് അറിയപ്പെടുന്നത്? ഏതാണ്? സർട്ടിൻ, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ആണോ. IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി എന്ന് പറയുന്നത് ഏതാണ്? സർട്ടിൻ. ഇതിൽ തന്നിരിക്കുന്ന ഇൻപുട്ട് ഉപകരണം ഏതാണ്? നമ്മൾ 2025 മാത്രം ചോദിച്ച ചോദ്യങ്ങൾ, അതുപോലെ തന്നെ 2024 ചോദിച്ച IT ചോദ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ വരുന്ന IT വിഭാഗം റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണോ. ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതാണ്? സ്കാനർ ആണല്ലേ ഇൻപുട്ട് ഉപകരണം എന്ന് പറയുന്നത്, സ്കാനർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോക്സോ നിയമം 2012 പ്രകാരം കുട്ടിയായി നിർവചിച്ചിരിക്കുന്ന ആരെയാണ്? 2012 പ്രകാരം കുട്ടിയായി നിർവചിച്ചിരിക്കുന്നത് ആരെയാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ളവർ. ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടി ആയിരിക്കണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്? ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടി ഇരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്? എത്ര തവണയാണ് കൂടുന്നത്? ഒരു തവണയെങ്കിലും കൂടണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്രയാണ്? 3 വർഷം. നെക്സ്റ്റ്, ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ്? അധ്യക്ഷ ആരാണ്? ജയന്തി പട്നായക്. നെക്സ്റ്റ്, ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയോക്കെ, പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡേഴ്സും പബ്ലിക് സർവൻസ് ആയിരിക്കുന്നത് ശരിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗാർഹിക പീഡന നിരോധന നിയമത്തെ കുറിച്ച് കാലകാലങ്ങളിൽ പൊതുമാധ്യമങ്ങൾ വഴി പരസ്യം നൽകണം എന്ന് പറയുന്നത് ശരിയാണ്. ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാക്കുക എന്ന് പറയുന്നത് ശരിയാണ്. ഗാർഹിക പീഡനത്തിന് ഇരയായവർക്ക് പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നില്ല എന്ന് പറയുന്നതാണ് തെറ്റ് വരുന്നത് കേട്ടോ. തെറ്റ് വരുന്നത് D ആണ്. 68 D ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണുള്ളത്? 6 അംഗങ്ങളാണ് ഉണ്ടായിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? എത്രയാണ്? 150 പേര്. 150 പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മാത്സ് ആണ്. ഒരു ത്രികോണത്തിലെ കോണുകൾ 71ന്റെ ആൻസർ വരുന്നത് 71ന്റെ ആൻസർ D ആണ് വരുന്നത്. 72ന്റെ ആൻസർ B ആണ് വരുന്നത്. 73ന്റെ ആൻസർ D ആണ്, 16 ആണ്. 74ന്റെ ആൻസർ വരുന്നത് C ആണ്. 75ന്റെ ആൻസർ വരുന്നത് A ആണ്. 76ന്റെ ആൻസർ വരുന്നത് C ആണ്. 77ന്റെ ആൻസർ വരുന്നത് A ആണ്. 78ന്റെ ആൻസർ വരുന്നത് C ആണ്. 78ന്റെ ആൻസർ C ആണ്. 79ന്റെ ആൻസർ വരുന്നത് B ആണ്. 80ന്റെ ആൻസർ വരുന്നത് A ആണ്. Next question, modern technology makes it easier than ever to eavesdrop on electronic communication. Find option that is closest in meaning to the underlying made. ഏതാണ് വരുന്നത്? To listen secretly to a private conversation. Next, do you remember the passenger dash traveled yesterday without a ticket? ഏതാണ് വരുന്നത്? Who ആണ്. Next, Martin ate a dash amount of shawarma at the party, preferring to snack on vegetable. Choose the superlative form of the adjective from the options. ഏതാണ്? least ആണ് വരുന്നത്. Next question, pursuing a graduate degree from a reputable institution these days can cost an arm and leg. C, expensive. Which one of the following words is an example of a common word consisting of a verb plus adverb pattern? ഏതാണ് വരുന്നത്? breakthrough. Next question, the dash of the royal family still preserve their tradition and cultural heritage. Pick out the correctly spelled word. ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് B ആണ്. Next, these clothes used to fade when washed. Use the most suitable question tag. അതാണ് ചോദിച്ചിരിക്കുന്നത്. didn't it അല്ലേ? used to.
നല്ലത് നീക്കണ്ട ഡിഡിന്റ് ഇറ്റ്. നെക്സ്റ്റ് ക്ലോസ് ദ വിൻഡോ ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ലെറ്റ് ദ വിൻഡോ ബി ക്ലോസ്ഡ്. The principal ordered a dash of paper to print the student's hall ticket. Fill in the blank using the most suitable collective noun from the options given. ഏതാണ്? റീം ട്ടോ. The manager asked Raji, why didn't you come to the office yesterday? The manager asked Raji complete the reported speech. Reported speech ഏതാണ് വരുന്നത്? Why she hadn't come to the office the previous day. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മിൻ പ്ലസ് സ്ഥലം മിന്തലം എന്ന് പറയുന്ന സന്ധി ഏതാണ്? നോക്കിയേ, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറെ കഴിഞ്ഞ പരീക്ഷ തിരിച്ച് ആവർത്തിച്ച മലയാളം ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതുവരെയുള്ള എല്ലാ എക്സാമുകളിലും ചോദിച്ച PSC ഇതുവരെ ചോദിച്ച എല്ലാ എക്സാമുകളിലും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 2 ക്ലാസ് ഓൾറെഡി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്ലാസ്സുകൾ കാണാതുണ്ടെങ്കിൽ പോയി കാണാട്ടോ. അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. മലയാളമൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കുക. വിൻ പ്ലസ് സ്ഥലം എന്ന് പറയുന്നത് എന്താണ്? വീണ്ടലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് സന്ധി ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ആദേശ സന്ധിയാണ്. നെക്സ്റ്റ് ക്ലീബം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ക്ലീബം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? നപുംസം, നപുംസകം, നപുംസകം. നെക്സ്റ്റ് കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. സാമുദ്രം, വസ്തിരം, അക്ഷിയും. പെടാതെ ചോദിക്കുകയാണെങ്കിൽ മഞ്ഞാണ്ടോ. നെക്സ്റ്റ് ശരിയല്ലാത്ത വിപരീത പദ രൂപമാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഉപജയം, അപജയം എന്ന് പറയുന്നതാണ് ശരിയല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചുട്ടെഴുത്തുകാർ എന്നറിയപ്പെടുന്നത് എങ്ങനെയാണ്? ചുട്ടെഴുത്തുകാർ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? ചുട്ടെഴുത്തുകാർ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? ആ, ഇ, എ അല്ലെ? ആ, ഇ, എ. ചതയില്ലാത്തടത്ത് കത്തിവെക്കരുത് എന്ന പ്രയോഗത്തിന്റെ ചതയില്ലാത്തടത്ത് കത്തിവെക്കരുത് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? അർത്ഥം വരുന്നത്? ഫലമില്ലാത്തടത്ത് പ്രവർത്തിക്കരുത്. തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി ഏതാണ്? തന്നിരിക്കുന്നതിൽ ഏതാണ് തെറ്റായ ജോഡി? കവിയിത്രി എന്നാണ് കവയിത്രിയാണ്. അപ്പൊ ഇതാണ് തെറ്റ്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളെന്നാണ് പറയുന്നത്? പഠിക്കാൻ ആഗ്രഹിക്കുന്നയാളെന്നാണ് പറയുന്നത്? പിബഡിഷോ. സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെയും മാത്രം ബഹുത്വത്തെ കുറിക്കുന്ന എന്താണ്? ബഹുത്വത്തെ കുറിക്കുന്ന എന്താണ്? സലിംഗ ബഹുവചനം. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടുന്ന കടങ്കഥയുടെ ഉത്തരം ഏതാണ്? ഏതാണ്? തെങ്ങ്. അപ്പൊ ഇത്രയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് പറയുന്നത് കേട്ടോ. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം.